പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടി കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞ് നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടി അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. ഈ വചനഭാഗത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഈശോയെ സംസ്കരിച്ചു കഴിഞ്ഞിട്ട് മഗ്ദലേന മറിയം ഞായറാഴ്ച രാവിലെ കല്ലറയിലോട്ട് വരികയാണ്. അപ്പോഴാണ് കാണുന്നത് കല്ല് മാറ്റിയിരിക്കുന്നതൊക്കെയും. അത് ശിഷ്യന്മാരെ അറിയിക്കുമ്പോൾ കേട്ടുപാടെ അവർ ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. പത്രോസും യോഹന്നാനും. ഇന്ന് തിരുസഭ യോഹന്നാൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശുവും യോഹന്നാനും തമ്മിലുള്ള ആ ബന്ധം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവസാന അത്താഴ വേളയിലും ആരാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്ന് അറിയുവാനായിട്ട് യേശുവിനോട് യോഹന്നാനോടാണോ ചോദിക്കുവാനായിട്ട് പറയുന്നത്. അത്രമാത്രം യേശുവും യോഹന്നാനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. നമ്മൾക്കും യേശുവിന് വേണ്ടി ജീവിക്കാം. സ്വന്തം ജീവന് വരെ യേശുവിന് വേണ്ടി നൽകുവാനായിട്ട് ഉള്ള ഒരു ആത്മധൈര്യവും യേശുവിനോടുള്ള സ്നേഹവും നമ്മൾക്ക് വളർത്തിയെടുക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.